പ്രശാന്ത് സാറേ, ഈ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പരസ്പരം കാലുവാരൽ എന്ന് പറയുന്നത് ഒരു അപൂർവ ചരിത്രമല്ല, എൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. കെ എം മാണി സാർ പറഞ്ഞത് ഈ കേരള കോൺഗ്രസ് വളരും തോറും പിളരും തോറും വളരുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്വാന ശക്തികളുടെ ഒരു പ്രതിഭാസമെന്നാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് വളരും തോറും പിളരും തോറും തളരുകയും ചെയ്തുകൊണ്ട് മുന്നേറുന്ന, അതിൻ്റെ എന്തായാലും മധ്യ കേരള മഹാ ഇടവകയാത്ര ഇപ്പോൾ അടിമാലി കഴിഞ്ഞ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അടിമാലിയിൽ എന്തോ ഒരു കാലുവാരൽ നടന്നതായിട്ടുള്ള സൂചനകളുണ്ട്. എന്താ അതിൻ്റെ രസകരമായിട്ടുള്ള വിശദാംശങ്ങൾ? അടിമാലി കാലുവാരിയത് ജോസ് കെ മാണിയാണ്, വേറെ ആരുമില്ല. ജോസ് കെ മാണിയുടെ മന്ത്രി തന്നെ റോഷി അഗസ്റ്റ്. അത് അറിയാവുന്ന രാഷ്ട്രീയക്കാർക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ വിശകലനം ചെയ്യുന്നവർക്കും മനസ്സിലാവും. കാരണം ജോസ് കെ മാണി അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, അത് പാലായിൽ നിന്നായിരിക്കും. പാല ജോസ് കെ മാണിക്ക് അന്യമാണ്, നമ്മൾ കണ്ടതല്ലേ. മാണിക്ക് അന്യമല്ലായിരുന്നു, 50 കൊല്ലം അദ്ദേഹം കൊണ്ടുകിടന്ന മണ്ഡലമാണ്. പക്ഷേ ജോസ് കെ മാണിക്ക് അന്യമാണ്. മറ്റൊരു മാണി വന്നു എന്ന് വെച്ചാൽ, നമ്മൾ ചരിത്രത്തിൽ കേരളത്തിൽ പരിശോധിക്കുമ്പോൾ പല നിയമസഭാ മണ്ഡലങ്ങളിലും ഈ പറയുന്നത് പോലെ മരിച്ചതിന് ശേഷം അവർക്ക് വേണ്ടപ്പെട്ടവർ, ഒന്നുകിൽ മക്കൾ, ഭാര്യ എന്നിവരെ നിർത്തിയാൽ ആ നിയമസഭാ മണ്ഡലത്തിൽ യാതൊരു കാരണവശാലും തോറ്റ ചരിത്രമില്ല. ആ ചരിത്രവും പേറി നടക്കുന്ന ഏക മകൻ ജോസ് കെ മാണിയാണ്. ഇപ്പം അടുത്ത പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് മന്ത്രിയാവണമെന്നുള്ളത്. അത് ആഗ്രഹം തന്നെയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ആ ആഗ്രഹം സബലീകരിക്കാതെ പോയത് അദ്ദേഹം പാലയിൽ നിന്ന് മത്സരിച്ച് തോറ്റുപോയതാണല്ലോ. അതുകൊണ്ടാണ് ജോഷി അഗസ്റ്റിനായത്. ഇനി അടുത്ത പ്രാവശ്യം പിണറായി വിജയന്റെ സർക്കാർ തന്നെയാണ് വരുന്നതെങ്കിൽ ജോസ് കെ മാണി ജയിക്കുകയും ഈ റോഷി അഗസ്റ്റിൻ ജയിക്കുകയും ചെയ്താൽ ജോസ് കെ മാണി പാർട്ടി ചെയർമാൻ, ജോസ് കെ മാണി തന്നെ മന്ത്രിയാവത്തുള്ളൂ. അപ്പം അദ്ദേഹത്തിന് പാലാമാറി കടത്തുരുത്തി എന്ന് പറയുന്ന മണ്ഡലം, നിയമസഭാ മണ്ഡലം ഒക്കെ ഉണ്ട്, ഇതിനെക്കാട്ടി ഈസി ആയിട്ട് ജയിച്ചു വരാം. പക്ഷേ അതിന് അത്തരത്തിലൊരു ചിന്തയും ചർച്ചയും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്തരത്തിലൊരു ചിന്തയും ചർച്ചയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതങ്ങനെയായാൽ എനിക്കിട്ടൊരു പണിയാകും. കാരണം പറഞ്ഞല്ലോ, വളരും തോറും പിളരുകയും തളരും തോറും പിളരും തോറും വളരുകയൊക്കെ ചെയ്യാന്ന് മാണി പറയുമ്പം ഈ ഇപ്പം പിളരാനൊന്നും സാധനമില്ല. തളർന്ന് പിളരുന്ന ഒരവസ്ഥയിലേക്കായിരുന്നു ഇതിന് ഒരു മാസം മുമ്പുള്ള ചർച്ച. ഒരുപക്ഷെ UDF പോകാൻ തീരുമാനിച്ചിരുന്നു. ജോസ് കെ മാണി പോകുമെന്ന് തീരുമാനമെടുത്തിരുന്നത് പോലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയും അല്ലെങ്കിൽ അത്തരത്തിൽ രഹസ്യ ചർച്ച നടന്നു എന്ന് ബോധ്യപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ ആ പിളർപ്പിന് വിഘ്നമായത് ഈ പറയുന്ന റോഷി അഗസ്റ്റിന. 5 MLA-മാരുള്ളതിൽ ചീഫ് ഇപ്പോൾ ജയരാജൻ ഉൾപ്പെടെ റാന്നി MLA ഉൾപ്പെടെയുള്ളവരെ കൂടെ കൂട്ടിയത് കൊണ്ട് മാത്രമാണ് ജോസ് കെ മാണി കൈ പൊള്ളും എന്ന് കണ്ട് നിവർത്തികെട്ട് ഇതിനകത്ത് നിന്നത്. പിൻവാങ്ങി. അതിന് മുമ്പ് ജാഥ ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ ജാഥ നയിക്കാൻ ഞാൻ കാണത്തില്ല, ഞാൻ ഡൽഹിയിലായിരിക്കും, എനിക്ക് വേറെ തിരക്കുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് LDF പ്രതിസന്ധിയിലാക്കിയപ്പോൾ ഈ രീതിയിൽ അത് ഓപ്പറേറ്റ് ചെയ്തു. പക്ഷേ ഇപ്പം ആ ബുദ്ധിമാനായ അല്ലെങ്കിൽ അത്തരത്തിൽ പാർട്ടിക്കകത്ത് ഇപ്പം നോക്കുമ്പോൾ പണ്ട് ഇയാളുടെ അച്ഛൻ പാർട്ടിയുടെ അപ്രമാദത്തിൽ നിന്നിട്ടുള്ള മാണി സാറിന്റെ ഭാഗത്ത് ജോസ് കെ മാണിയുടെ മകൻ ഒന്നുമല്ല. അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന പാരമ്പര്യമായിട്ട് കിട്ടി ചെയർമാനായിട്ട് ഇരിക്കുന്ന ഒരു ചെയർമാനാണ്. ആ ചെയർമാനെ കാട്ടിൽ ആ പാർട്ടിക്കകത്ത് ഇപ്പം സ്വാധീനം റോഷി അഗസ്റ്റിനാണ്. റോഷി അഗസ്റ്റിൻ കളിച്ചിരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ, അടുത്ത പ്രാവശ്യം പിണറായി വിജയൻ അധികാരത്തിൽ വന്നാൽ 3ാമതും എനിക്ക് മന്ത്രിയാവണമെങ്കിൽ ജോസ് കെ മാണി ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാവണ്ട. അതുകൊണ്ട് തന്നെ ആ പാലായിൽ സീറ്റിൽ അയാൾ മത്സരിക്കണം. പാലായിൽ സീറ്റിൽ മത്സരിച്ചാൽ അയാൾ ജയിക്കത്തില്ല എന്നുള്ള കാര്യം ജോസ് കെ മാണിയെക്കാട്ടി കൂടുതൽ ഈ പറയുന്ന അറിയാവുന്ന റോഷി അഗസ്റ്റിനാണ്. മാത്രമല്ല, അവിടെ വേറൊരു കാര്യമുണ്ട് സാറേ. അവിടെ നമ്മൾ പരിശോധിക്കേണ്ട കാര്യം എന്നാണ്, BJP കാൻഡിഡേറ്റ് നിസ്സാരക്കാരനല്ല അവിടെ വരാൻ പോകുന്നത്. BJP കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ BJP കാൻഡിഡേറ്റ് ആയിട്ട് എനിക്ക് പാലായിൽ സ്ഥാനാർത്ഥിത്വം തരണം. ഒരുപക്ഷെ BJP തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് അവിടെ വന്നു കഴിഞ്ഞാൽ BJPക്ക് അവിടെ ജയിക്കാനുള്ള സാധ്യത പോലും ഉണ്ട്. കാരണം ഷോൺ ജോർജ് മത്സരിച്ച് ജയിച്ച ഈ പറയുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ ഷോണിന് അല്ലെങ്കിൽ പൂഞ്ഞാറിനകത്ത് ഷോണിന് വോട്ട് കിട്ടാൻ സാധ്യതയുള്ള ചില വാർഡുകളുമൊക്കെ കൂടിച്ചേർന്നതാണ് പുതിയതായിട്ടുള്ള പാല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് വളരെ സാധ്യതയുള്ള ഇപ്പം അവിടെ മത്സരത്തിന് അത് വേറെ പ്രത്യേകത. മത്സരം വന്നാൽ അതുകൊണ്ടാണ് നിലവിൽ ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ നിലവിലുള്ള MLAക്ക് ജനസ്വാധീനം അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ള ആക്ഷേപമുണ്ട്. രണ്ടാമത്, അപ്പം അയാൾ അവിടുത്തെ മണ്ഡലത്തിൽ നിന്ന് ഔട്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. എന്നാൽ അവിടെ മണ്ഡലത്തിനകത്ത് താല്പര്യമില്ലാത്ത ആളാണ് ജോസ് കെ മാണിയുടെ മകൻ. അതിനെക്കാട്ടി താല്പര്യവും കൊള്ളാവുന്നവനും കഴിവും ഇവർ പറയുന്നത് പോലെ മാണി അല്ലെങ്കിൽ
ഈ പാർട്ടിയും അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ പാർട്ടിക്കുള്ള ഒരു പ്രത്യേകത അറിയാമല്ലോ, തിരുമേനിമാരായിട്ട് ബന്ധം വേണം, സഭയുമായിട്ട് ബന്ധം വേണം, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണം. ഇത് ഏറ്റവും കൂടുതലുള്ളത് മാണിക്കായിരുന്നു, അല്ലെങ്കിൽ ജോസഫിന് ഒക്കെ ഉണ്ടായിരുന്നു. ഈ മാണി സി കാപ്പന് ഒരു പരിധി വരെ ഉണ്ട്. ഈ മാണി എന്ന് പറയുന്ന ജോസ് കെ മാണി എന്ന് പറയുന്ന മാണി ഈ സാറിൻ്റെ മകന് ഒരുപക്ഷെ കാര്യങ്ങൾ നടത്താൻ പ്രാപ്തനാണോ, അല്ലെങ്കിൽ തിരുമേനിമാരി കർക്കത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്താൽ അത് കൊണ്ടുകയറാൻ അത്ര കഴിവുള്ളവനാണോ എന്നൊക്കെയുള്ളൊരു സംശയമുണ്ട്. ആ സംശയമുള്ള സമയത്ത് കാര്യങ്ങൾ കൊണ്ടുകയറാൻ, കാര്യങ്ങൾ അവതരിപ്പിക്കാൻ, സഭയുടെ കാര്യങ്ങൾക്ക് മുന്നിട്ട് ആരെയും വെല്ലുവിളിച്ച് കാര്യം പറയാൻ കഴിവുള്ളവനാണെന്ന് പലവട്ടം തെളിയിച്ചേക്കുക ഈ ഷോൺ ജോർജ്. മാത്രമല്ല ബി ജെ പിക്കല്ല, ക്രിസ്ത്യാനിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എനിക്കറിയാവുന്ന രാജസ്ഥാൻ അറിയാമല്ലോ, ക്രിസ്ത്യാനി അധികാരത്തിൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ. അത് പണ്ട് പറയും അവരുടെ പാരമ്പര്യം, എന്ന് കുറ്റം പറയാൻ നോക്കത്തില്ല. അധികാരത്തിൻ്റെ കൂടെ നിൽക്കാതെ, അല്ലെങ്കിൽ അധികാരത്തിൻ്റെ വെളിയിൽ നിന്ന് എന്നും ഫൈറ്റ് ചെയ്തതിനെക്കാട്ടി നല്ല അതിൻ്റെ ഭാഗമായിട്ട് പോയി വല്ല നേടിയെടുക്കുന്നില്ല. അവർ പാരമ്പര്യമായിട്ട് അങ്ങനെ ചെയ്യും. അപ്പോൾ അവർക്കറിയാം ഇപ്രാവശ്യം കൂടി ഒരു സംശയം. ആ സംശയം എന്ന് വെച്ചാൽ കേരളത്തിൽ ഒരുപക്ഷെ UDF വന്നേക്കുമോ, അല്ലെങ്കിൽ കേരളത്തിൽ UDFൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരൊക്കെ ഈ സഭയുടെയും പള്ളിയിലച്ചന്മാരുടെയും തിരുമേനിമാരുടെയും ഒക്കെ അറിഞ്ഞും അറിയാതെയും വേണ്ടപ്പെട്ടവരും ബന്ധുക്കളും ഒക്കെ ആണല്ലോ. അപ്പം അതിനകത്ത് ഇവിടെ ശകല ഒരു ആശങ്ക ഉണ്ടെങ്കിലും അവർ BJPയോട് ഈ പൂർണ്ണമായിട്ടല്ലെങ്കിലും ചേർന്ന് പോകുന്നതിന് വേണ്ടി കുഴപ്പമില്ല, അങ്ങനെ ആയിക്കൂടാൻ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു സമയം. അപ്പം അതിനകത്ത് നിന്ന് BJPയുടെ ഭാഗമായിട്ട് ഉറപ്പുള്ള, അല്ലെങ്കിൽ അവരുടെ ഭാഗമായിട്ടുള്ള ഒരാൾ വരുന്നത്, അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഒരു ജനപ്രതിനിധി ഉണ്ടാകുന്നതിന് അവർ താല്പര്യപ്പെടും. അതുകൊണ്ട് തന്നെ പാലായിൽ ഈ പറയുന്ന ഷോൺ ജോർജ് ജയിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലാവുന്നത് എന്ത് വന്നാലും അറിയാം, ബുദ്ധിയില്ലാത്തവരെല്ലാം ചിന്തിക്കാൻ കഴിയുന്നവരാണെന്നല്ലോ. ഇപ്പോൾ ഏകദേശം ചിന്തിച്ചാൽ അടുത്ത കാലത്തെങ്കിലും കേന്ദ്രത്തിൽ നിന്നും BJP പോകുന്ന ഒരു അവസ്ഥയില്ല. കാരണം അതിനകത്ത് പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന ഈ രാഹുൽ ഗാന്ധിയുടെ കൂട്ട് വെളിവും വെള്ളിയാഴ്ച എന്തോന്നും ഇല്ലാത്ത അയാളൊന്നും നയിച്ചാൽ നടക്കത്തില്ല. അപ്പം രാഹുൽ ഗാന്ധി UKG വിദ്യാർത്ഥിയാണെങ്കിൽ ഇപ്പൊ പ്രിയങ്ക ഗാന്ധി LKG വിദ്യാർത്ഥിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കും. ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറയാൻ മുണ്ടൊഴിഞ്ഞ് പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ആ വിഷയത്തിനകത്ത് പിടിച്ച് കയറിപ്പോകാൻ പറ്റുന്നതിന് ആ ഫോർമുല ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ഒരു നേതാവ്, മുഖച്ഛായ അവരുടെ ഒന്നും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇന്ദിരാഗാന്ധിയുടെ ഇല്ലയോ, അവരാ രീതി ചിന്തിക്കാവോ? നിങ്ങൾ മോദിയുടെ അടുത്ത് ചെല്ലണം, മോദിയെ അടിക്കണം, എന്നിട്ട് ബ്രൗസ് വലിച്ചു കയറണം. എവിടെ സാർ ഇത്രയും തേർഡ് റേറ്റ് ആയിട്ട് ചിന്തിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ആ ഫോർമുല വരുന്ന അവരെയൊക്കെ നേതാവായിട്ട് കാണാൻ പറ്റുമോ ഏത് പാർട്ടിയുടെ ആയാലും? അപ്പം ഞാനീ പറഞ്ഞത് അതുകൊണ്ട് ഇവിടെ അടുത്ത പ്രാവശ്യം പാലായിൽ ജോസ് കെ മാണിക്ക് പണി കൊടുക്കുന്നതിനോടൊപ്പം പാലായിൽ ജയിക്കാൻ സാധ്യതയുള്ളൂ. നമ്മൾ ഈ പറയത്തില്ലേ ഫസ്റ്റ് ക്ലാസ് മണ്ഡലങ്ങളിൽ BJP ഉറപ്പിച്ച മണ്ഡലങ്ങൾ ഒരു പക്ഷേ BJPയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സീറ്റിൻ്റെ ആദ്യത്തെ ലിസ്റ്റ് വരുമ്പോൾ തന്നെ ആദ്യം എണ്ണുമ്പോൾ 1, 2 എണ്ണിടത്തുനിന്ന് പാലായിൽ ഷോൺ ജോർജ് ജയിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എൻ്റെ ഒരു കണക്ക് വളരെ തീർച്ചയായിട്ടും ഉണ്ട്. തന്നെയല്ല നല്ലൊരു ഓർഗനൈസർ അദ്ദേഹം. കണ്ടില്ല ഇരവി തന്നെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെ ഒരു പഞ്ചായത്ത് പിടിച്ചു. അദ്ദേഹത്തിൻ്റെ മിടുക്കുകൊണ്ട് മാത്രം, താമരയുടെ ഒരു അംശം പോലും ഇല്ലാത്തവരുടെ താമര വിരിയിച്ച് കാണിച്ചു അദ്ദേഹം. വാക്ക് മാത്രമല്ല പ്രവൃത്തിയിലും കാര്യങ്ങൾ കാണിച്ചു തരുന്ന ആളാണ് ഷോൺ ജോർജ് എന്ന് പറയുന്ന ആൾ. അദ്ദേഹമാണ് ഈരാറ്റുപേട്ടയിൽ ഒരു മണ്ഡലം BJPക്ക് വേണ്ടി പിടിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ മാത്രം മിടുക്കുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷം, അതുപോലെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശത്ത് ഇങ്ങനെ പിടിച്ചടക്കുന്നത്. എന്ന് മാത്രമല്ല ഇപ്പോൾ അടിമാലി നടന്ന കാര്യത്തെപ്പറ്റി, യാത്രക്കിടയിൽ അടിമാലി നടന്ന അടി അങ്ങ് നടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മൈക്കിൻ്റെ ഒരു കളി അവിടെ നടന്നു. അതായത് ജോസ് കെ മാണി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പത്രക്കാർ ചോദിച്ചു ആരായിരിക്കും പാലയിലെ സ്ഥാനാർത്ഥി. അത് പാർട്ടി തീരുമാനിച്ചു. പറഞ്ഞു തീരുകയും പാർട്ടി മൈക്കിങ് പിടിച്ചു വാങ്ങിച്ചു. റോഷി ഇത് പിടിച്ചു വാങ്ങിച്ചിട്ട് അത് ജോസ് കെ മാണി തന്നെ മത്സരിക്കും, അങ്ങ് ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ അവിടെ പൊട്ടുമെന്നുള്ളതിൻ്റെ ഒരു ഉറപ്പ് കൂടാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാൾ ജോസ് കെ മാണി കിടന്ന് പിടിക്കാൻ നോക്കുക, മൈക്ക് കൊടുക്കത്തില്ല, ജന്മത്ത് മൈക്ക് കൊടുക്കത്തില്ല. മൈക്കിങ്ങോടെ പിടിച്ചു വാങ്ങിക്കാൻ ജോസ് കെ മാണിയുടെ ശ്രമങ്ങൾ വിഫലമാക്കി റോഷി അഗസ്റ്റിൻ. കാഞ്ഞ വിത്താണ്. നമ്മൾ ഇപ്പം മൂത്തുപോയിട്ട് നേരത്തെ നമ്മൾ KM മാണിയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളൊരു ആശ്രിതൻ മാത്രമായിട്ടാണ്. ഇപ്പം അങ്ങനല്ല, ഇയാൾക്ക് ഈ ജോസ് കെ മാണിക്ക് ഒരു പണി കൊടുക്കും. അങ്ങനെയാണല്ലോ കേരള കോൺഗ്രസിൻ്റെ ചരിത്രം തന്നെ അറിയാമല്ലോ. KM ജോർജിന് എൻ്റെ കാല് വാരിക്കൊണ്ടാണ് KM മാണി രംഗത്ത് വന്നത്. KM മാണി ഒരു തവണ PJ ജോസഫിനെ താൻ വഹിച്ചിരുന്ന വകുപ്പ് വഹിപ്പിച്ചുകൊണ്ടൊരു വിശ്രമത്തിന് പോയ സമയത്ത് PJ ജോസഫ് നല്ലൊരു പണി കൊടുത്തു. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ആ സീറ്റ് കൊടുക്കത്തില്ല എന്നുള്ള നില വന്നു. തിരുവനന്തപുരത്തെ 2 പ്രമുഖരായ പത്രപ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് PJ ജോസഫ് അവിടുന്ന് കസേര ഒഴിഞ്ഞു കൊടുത്തത്. എന്നിട്ടോ അതുകൂടാതെ TM ജേക്കബും KM മാണിയെ കാലുവാരിയ ആളാണ്, വിദ്യാഭ്യാസ മന്ത്രി. എന്ത് ചെയ്തു? ഈ പ്രശ്നം വന്നപ്പോൾ ഇപ്പോഴത്തെ പിണറായി വിജയൻ ക്യാപ്റ്റൻ ചെയ്തതുപോലെ തന്നെ കരുണാകരൻ KM മാണിയെ അങ്ങ് ഒഴിവാക്കിക്കൊണ്ട് TM ജേക്കബിനെ തൻ്റെ ആളാക്കി. അവിടെയും ഒരടി നടന്നേ. അത് കഴിഞ്ഞിട്ടാണ് ഈ TM ജേക്കബ് സ്വന്തമായിട്ട് പാർട്ടി അങ്ങ് രൂപീകരിച്ച് പ്രഗത്ഭനാവാൻ വേണ്ടി ശ്രമിച്ചത്. ഇപ്പോൾ അതിനൊരു MLA മാത്രമേ ഉള്ളൂ. അപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ചരിത്രമെന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരിക്കുന്നവർ പരസ്പരം കാലുവാരുന്നതിൻ്റെ ഒരു ചരിത്രം കൂടിയുണ്ട്. ഇതിപ്പോൾ
ഇരു ശരീരവും ഒരാത്മാവുമായിട്ടിരുന്നവരാണ് റോഷിയും അതുപോലെ തന്നെ ജോസ് കെ മാണിയും. ഇപ്പോൾ ഇതാ നോക്കൂ, അടുത്ത തെരഞ്ഞെടുപ്പിൽ നോക്കിക്കോ, ജോസ് കെ മാണിയെ റോഷി പാലയിൽ നിർത്തുകയും ചെയ്യും. ജോസ് കെ മാണി അവിടെ 8 വട്ടം പൊട്ടുകയും ചെയ്യും. മാണി സി കാപ്പനും മണ്ഡലത്തിലൊന്നും ചെയ്തില്ലാത്തത് കൊണ്ട് തോൽക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കൂടുതലും കാണുന്നത്. നമുക്കറിയാൻ വയ്യ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വരുമെന്ന് അറിയാൻ വയ്യ. പക്ഷേ അങ്ങനെ ഷോൺ ജോർജ് ആഞ്ഞൊരു പിടി പിടിച്ചു കഴിഞ്ഞാൽ, ചാഞ്ഞു നിൽക്കുന്ന കൊമ്പ് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ മണ്ഡലം പിടിക്കാൻ പറ്റും. പക്ഷേ BJPയുടെ സപ്പോർട്ടും കൂടെ വേണം. BJP സപ്പോർട്ട് ചെയ്യണം നന്നായിട്ട്. BJP അയാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് അല്ലെങ്കിൽ ആ ഒരു താല്പര്യത്തിലാണ് വരുന്നത്. കാരണം BJPക്ക് കടന്നു കയറാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ന്യൂനപക്ഷ മേഖല എന്ന് പറയുന്ന ക്രിസ്ത്യൻ മേഖലയാണ്. അതുകൊണ്ടാണ് ഈ PC ജോർജിനെ കൂടെ കൂട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ ആ കേരള കോൺഗ്രസ് മേഖലയാണ് ക്രിസ്ത്യാനികളുടെ ഏറ്റവും വേണ്ടപ്പെട്ട മേഖല. അവർ തീരുമാനിച്ചുകൊണ്ടല്ലോ സാറേ സുരേഷ് ഗോപി ജയിച്ചത്. ക്രിസ്ത്യാനി ഈ നമ്മൾ പറയുമ്പോൾ പാല അല്ലെങ്കിൽ ഈ പറയുന്ന തൃശ്ശൂരൊക്കെ എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കാനും പവർഫുൾ ക്രിസ്ത്യാനികളുമാണ്. അവര് ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് പ്ലാനിങ് അച്ഛൻ പറഞ്ഞതുപോലെ പ്രാക്ടിക്കലായിട്ട് പറയാമല്ലോ. റബ്ബറിന്റെ താങ്ങുവരെയൊക്കെ ഒന്ന് കേന്ദ്രം കൂട്ടിയും കൊടുക്കണം. കേന്ദ്രത്തിന്റെ കയ്യിൽ അതിന്റെ താക്കോലിരിക്കുന്നത്, കേരളത്തിന്റെ കയ്യിലല്ല. അല്ല, കേന്ദ്രത്തിന് അങ്ങനെ തോന്നുന്ന ഒരവസ്ഥ വന്നാൽ സഹായിക്കുമെന്നുള്ള അവസ്ഥ വന്നാൽ അവർ തിരിച്ച് സഹായിക്കും. അവര് പൊളിറ്റിക്സ് ആണ് കളിക്കുന്നത്, മനസ്സിലായി? അത് ചെയ്യും, അതും കൂടെ വേണം എന്നുള്ളതാണ്. അത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജയിക്കും. പാല പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ പാല എന്ന് പറഞ്ഞ മഹാമേരു ഒന്നും അല്ല. പാലയും പിടിക്കാൻ പറ്റും. പാലി കയറാമലേ അല്ല BJP. അതെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.